എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തൊട്ടരികിൽ എത്തിച്ചേരുന്നതാണ്. മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ പഞ്ചതന്ത്രം കഥകളാണ്. ഒരു വ്യക്തിയുടെ ധർമ്മബോധത്തെ വളർത്തുവാൻ ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാർ ഒട്ടേറെ ഗ്രന്ഥസമുച്ചയങ്ങൾ പകർന്നു തന്നതിൽ അതീവ പ്രാധാന്യമുള്ള യുക്തിബോധത്തെയും വിവേകത്തെയും വളർത്തുവാനുള്ള പഞ്ചതന്ത്രം കഥകൾ. അതിന് നമ്മൾ പറഞ്ഞു നിർത്തിയ സ്ഥാനഭാവത്തിൽ നിന്ന് തുടങ്ങുകയാണ്. സോമശർമാവ് എന്ന ഗുരുനാഥനിൽ നിന്ന് രാജകുമാരന്മാർ അതീവ ശ്രദ്ധേയമായിട്ടുള്ള കർമ്മഫലങ്ങളിലേക്ക് മിത്രഭേദം എന്ന കഥാഗതി, അതിൽ സഞ്ജീവകൻ എന്ന ഋഷഭത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അന്നേരം മുൻ വീഡിയോകൾ ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുവാൻ ശ്രമിക്കുക. അവനവൻ്റെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ ഉപാഖ്യാനങ്ങളെല്ലാം തന്നെ. അത് മനസ്സിലാക്കുക. കേവലം ഒരു കഥാഗോളമായി ഇതിനെ കാണാതിരിക്കുക. അന്നേരം അത്രയും ശ്രദ്ധേയമായിട്ടുള്ള സഞ്ജീവകൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ മാത്രയിൽ തൻ്റെ ശരീരത്തിന് വന്ന മുറിവ് മൂലം തനിക്കുണ്ടായിരുന്നവർ തന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ ദൃഢമായ മനസ്സോടുകൂടി സഞ്ജീവകൻ അങ്ങനെ യാത്ര തുടരുകയാണ്. അടവിയിലെ നല്ല ഇളം പുല്ലുകളും നല്ല ജലങ്ങളും ഭോജനം ചെയ്തും പാനം ചെയ്തും ആ ശരീരഭാവത്തെ അങ്ങോട്ട് ഉയർത്തുകയാണ്. കാരണം നല്ല മുഴുത്ത ഒരു ഋഷഭമായി മാറി അനേകം നാളിലുള്ള മനസ്സിൻ്റെ സ്വപ്രയത്നം കൊണ്ട് അങ്ങനെ പ്രയത്നഭാവത്താൽ അതീവ ശ്രദ്ധേയനായി തീർന്നു, അതീവ ശക്തിയുക്തനായി തീർന്നു. വിവേകത്തോടുകൂടി ചരിക്കുന്നവന് എന്നും ഈശ്വര കർമ്മപഥങ്ങളിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷഭാവത്തിലൂടെ ഒരു ജീവിതചര്യകളെ ശ്രദ്ധേയമാക്കാം എന്ന് ശാസ്ത്രം ഈ കഥാഗതിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രാജകുമാരന്മാർ ഗുരുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, അല്ലയോ ഗുരുനാഥ, പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങ് ഞങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് നിർത്തിയിരിക്കുന്നത്. അന്നേരം സോമശർമാവ് അതിനുള്ള മറുപടി പറയുകയാണ്. ആ കാട്ടിൽ അതീവ ശ്രദ്ധേയനായിട്ടുള്ള ഒരു സിംഹം പാർത്തിരുന്നു, പിങ്കളൻ എന്ന് നാമധേയമുള്ള. അന്നേരം ശക്തിയുക്തനായിരുന്നു, വളരെയധികം പ്രൗഢിയുള്ള ഒരു മൃഗരാജൻ. അത് ഈ ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ശക്തി ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അഹംഭാവം എന്നുള്ളത് വർദ്ധിക്കും. ആയത് കാരണം തന്നിൽ നിന്ന് ശക്തി കുറഞ്ഞ മൃഗങ്ങളുമായി യുദ്ധം ചെയ്യുക, അതുപോലെ തന്നെ മതിച്ച് ഉന്മത്തനായി നടക്കണ ഗജങ്ങളുടെ അല്ലെങ്കിൽ കാട്ടാനകളുടെ മസ്തകം അങ്ങോട്ട് തല്ലിപ്പൊളിക്കുക. മസ്തകം തല്ലിപ്പൊളിക്കുക മാത്രമല്ല, ആ മസ്തകം തല്ലിപ്പൊളിച്ച് അതിനകത്ത് കിട്ടണ മുത്തുകൾ അത് തൻ്റെ വിരളിൽ അണിയിക്കുക. ഇതൊക്കെയായിരുന്നു പിങ്കളൻ്റെ ലീലാവിലാസങ്ങൾ. ഈ ലീലാവിലാസങ്ങൾ ഇങ്ങനെ അനേക നാളുകൾ നീണ്ടുപോകുകയാണ്. കാട്ടിൽ, വനത്തിൽ, അടവിയിൽ ഏവർക്കും പേടി സ്വപ്നമായിരുന്നു പിങ്കളൻ എന്ന് പറയുന്ന സിംഹരാജനെ. ഒരു ദിവസം പിങ്കളൻ യമുനാ തീരത്ത്
തൻ്റെ മൃഷ്ടാന്ന ഭോജനം ഇരയെ തേടിപ്പിടിച്ച് അതിനെ ഭോജനം ചെയ്ത് ശേഷം യമുനാതീരത്തെത്തി ജലം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ജലപാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയഭാവത്തിൽ പെട്ടെന്നൊരു ശബ്ദം. ഇത് കേട്ട മാത്രയിൽ പിങ്കളൻ പേടിച്ചുപോയി. പരിചിതമല്ലാത്ത ശബ്ദഭാവം. നമുക്ക് അറിയാം, നമ്മളെന്നും നിത്യമായിട്ട് കേൾക്കണ ശബ്ദങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിനെ ആകർഷിക്കും എന്നുള്ളത്. പക്ഷേങ്കിൽ കേൾക്കാത്ത ഒരു ശബ്ദം അല്ലെങ്കിൽ അനുഭവിച്ചറിയാത്തൊരു ശബ്ദം പെട്ടെന്ന് ആകസ്മികമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് വളരെയധികം ഉത്കണ്ഠാകുലമായിട്ടായിരിക്കും. ഇതേ സ്ഥിതിയിലായി പിങ്കളൻ്റെ അവസ്ഥയും. എന്താണ് ശബ്ദം, എവിടെ നിന്നാണ്? ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സ് യുക്തിപരമായിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഈ ഋഷഭങ്ങൾ മുക്രയിടുക എന്നൊരു ശീലമുണ്ട്. അല്ല, നമ്മുടെ സഞ്ജീവകൻ അടവിയിലെല്ലാം നടന്ന് നല്ല ശരീരമായി നല്ല കൊഴുത്തു തടിച്ച് ഇങ്ങനെ ഭൂഷണമായി നിൽക്കണ സാഹചര്യത്തിൽ യമുനാതീരത്ത് പിങ്കളൻ ജലപാനം ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിന്നുകൊണ്ട് ജലപാനം ചെയ്യുക സഞ്ജീവകൻ. അന്നേരം ജലപാനം ചെയ്യണ മാത്രയിൽ ഈ മൃഗങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. മൃഗങ്ങൾക്ക് നല്ല, മനുഷ്യർക്കും ഉളവാണ് ഒരു പ്രത്യേകതകൾ. എത്ര ഉറക്കമാണെങ്കിലും അല്ലെങ്കിൽ നിദ്രയിലാണെങ്കിലും ശ്വാനൻ, നായ ഏത് ശബ്ദവും പെട്ടെന്ന് തിരിച്ചറിയും. അതേപോലെ തന്നെ പശുക്കൾ അയവിറക്കിക്കൊണ്ടിരിക്കും. ചെറിയ കിടാങ്ങൾ ചെവി കൂർപ്പിച്ച് ശബ്ദം അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോരോ രീതികൾ എല്ലാ ജീവനുള്ള ശരീരങ്ങളിലും വർത്തിക്കണം എന്ന് പറഞ്ഞതുപോലെ മുക്രയിടുക. സഞ്ജീവകൻ മുക്രയിട്ട ശബ്ദമാണ് പിങ്കളൻ എന്ന മൃഗരാജന് ഭയചകിതനാക്കിയത്. അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് പിങ്കളൻ്റെ മന്ത്രിയായിരിക്കണ കോഷ്ഠാവിൻ്റെ 2 മക്കൾ, ഒന്ന് കരടകനും ഒന്ന് ദമനകനും. ഇവർ 2 പേരും വന്ന മാത്രയിൽ അപരിചിതമായി എന്തോ കേട്ടുകൊണ്ട് ഭയത്തിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. 2 കുറുക്കന്മാരാ. കുറുനരികൾ എന്ന് പറയുന്നത് കൗശല പ്രയോഗങ്ങളുടെ ഒരു വലിയ ബുദ്ധി അവരിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു സാഹചര്യത്തിൽ ദമനകൻ പറയുകയാണ്, പിങ്കളൻ എന്തോ കണ്ട് ഭയന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് ഭയപ്പെടുത്തി നമ്മളുടെ ദാസനാക്കുവാൻ തക്ക സമയമാണ് എന്ന് കരടകനോട് ദമനകൻ പറയുക. പറയണ മാത്രയിൽ കരടകൻ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലയോ ദമനക, നമുക്ക് ഇതിൽ എന്ത് കാര്യം? വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ അത് അനർത്ഥമായിട്ട് വന്നു ചേരും. സംശയമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ പണ്ടൊരു നാളിൽ ഒരു കുരങ്ങച്ചൻ ഇത്തരത്തിൽ ഒരു അവിവേകം പ്രവർത്തിച്ച് മരണത്തെ വരിച്ച കാര്യം നിനക്കറിഞ്ഞുകൂടായോ?
എന്നായി കരടക നിർദ്ദേശം. അന്നേരം ധമനകന് ആ കുരങ്ങച്ചൻ്റെ മരണവൃത്താന്തം എങ്ങനെയാണ് എന്നുള്ളത് അറിയുവാൻ താല്പര്യമായി. അന്നേരം അറിയുവാൻ താല്പര്യമായ ഭാവത്തിൽ കരടകൻ ആ കഥയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അന്നേരം നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് അന്നേരം മറ്റുള്ളതിൽ നമ്മൾ ചെന്ന് ചാടിയാൽ യാതൊരു സംശയമില്ല, നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ, മനുഷ്യർ വലിയ വാരിക്കുഴികൾ ഉണ്ടാക്കിയിട്ട് ഒരു പിടിയാനെ കൊണ്ട് നിർത്തും. അല്ല, ഈ പിടിയാനയുടെ ആകർഷണീയത കൊണ്ട് കാട്ടാന നേരെ അതിൻ്റെ അടുക്കിലേക്ക് ഇണ ചേരുവാൻ വരും. ധാ കിടക്കണോ ആ വാരിക്കുഴിയിൽ വീണ് അവൻ്റെ ജീവിതം ചങ്ങലയ്ക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന അവസ്ഥയാണ്. അന്നേരം ആകർഷണീയത നോക്കി നമ്മൾ പോകരുത്. ഈ വിളക്കിന് ചുറ്റും ഈയാമ്പാറ്റകൾ പറക്കണ കണ്ടിട്ടില്ലേ? സ്വർണ്ണമാണ് അല്ലെന്നുണ്ടെങ്കിൽ ദിവ്യമാണ് എന്ന് വിചാരിച്ചാണ് ഈയാമ്പാറ്റകൾ അതിന് ചുറ്റി ഇങ്ങനെ വട്ടമിട്ട് പറക്കണത്. അവസാനം അതിൽ വെന്ത് മരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അന്നേരം വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ചെന്ന് ചേരുമ്പോൾ അത് ദുഃഖത്തിലേക്ക് അല്ലെ അനർത്ഥത്തിലേക്ക് വരുത്തും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അന്നേരം നല്ല ചിന്തനങ്ങളിലൂടെ, നല്ല പ്രവർത്തികളിലൂടെ, നല്ല മേഖലകളിൽ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാക്കുവാൻ ഇതുപോലെയുള്ള ഒട്ടനവധി ഉപാഖ്യാനങ്ങൾ അതിശ്രേഷ്ഠരായിട്ടുള്ളവർ നമുക്ക് പകുത്തു തന്നിരിക്കണ ഒരു സംസ്കാരമാണ് സനാതനധർമ്മശാസ്ത്ര സംസ്കാരം. അന്നേരം നമുക്ക് ഇതിൻ്റെ അടുത്ത ഉപാഖ്യാനങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ശ്രവിക്കുവാനും അതേപോലെ ദർശിക്കുവാനും സാധിക്കും. അത് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. അത് മറക്കാതെ വിശ്വസ്തയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.